നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സസൈസ് 11.3 സിക്സ്ത് ക്വസ്റ്റ്യൻ വരെ ചെയ്തായിരുന്നു. ഇനി 7th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. 3x² + 4y² = 144. ഇതൊരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എലിപ്സിൻ്റെ ഇക്വേഷൻ ആക്കിയിട്ട് നമ്മളോട് ഫോക്കൈ, അതുപോലെ തന്നെ വേർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം ഇത്രയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എലിപ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ 2 ഇക്വേഷനാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു അത്? x² / a² + y² / b² = 1. പിന്നെ വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² / b² + y² / a² = 1. ഈ 2 ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കേസിലും, അല്ലേ? അപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്കറിയാം, 2 കേസിലും റൈറ്റ് സൈഡിൽ 1 വന്നിട്ടുണ്ട്. എലിപ്സിൻ്റെ ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ 1 വരണം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ 144 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1 ആക്കണമെങ്കിൽ ഈ 144നെ 144 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്താലാണ് ഈ റൈറ്റ് സൈഡിൽ 1 ആവുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റിനെ മൊത്തം, അതായത് റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും ഡിവൈഡ് ചെയ്യണം. നമുക്ക് നോക്കാം. 36x² ഡിവൈഡഡ് ബൈ 144 പ്ലസ് 4y² ഡിവൈഡഡ് ബൈ 144 വിച്ച് ഈസ് ഈക്വൽ ടു 144 ഡിവൈഡഡ് ബൈ 144. ഞാൻ ഈ റൈറ്റ് സൈഡിൽ 1 ആക്കാൻ വേണ്ടിയിട്ടാണ്, എലിപ്സിൻ്റെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 144 വെച്ച് ഡിവൈഡ് ചെയ്ത്. കാരണം ഇവിടെ റൈറ്റ് സൈഡിൽ 144 ആവണമെങ്കിൽ 1 ആവണമെങ്കിൽ 144 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യണം, അല്ലേ? ഓക്കെ, അപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷൻ അല്ല തന്നിട്ടുള്ളതെങ്കിൽ ആദ്യം അതിനെ എലിപ്സിൻ്റെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം. അതായത് ഇതിലേതെങ്കിലും ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം. ഒന്നല്ലേ x² / a² + y² / b² = 1, അതല്ലേ x² / b² + y² / a² = 1. ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റൈറ്റ് സൈഡ് രണ്ടും 1 ആയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 36x² / 144. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 6 വെച്ച് 2നെയും ഡിവൈഡ് ചെയ്യാം. 36നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 × 6 ആണ് 36. പിന്നെ 144നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 40ൽ 6 എത്ര പ്രാവശ്യം? 2 ടൈംസ് അല്ലേ? 6 × 2 ആണ് 12, അല്ലേ? അപ്പോൾ ഇവിടെ 2 എഴുതി, അല്ലേ? വീണ്ടും ബാലൻസ് 2 വരും, 24. പിന്നെ 24ൽ 6 എത്ര ടൈംസാ? 4 ടൈംസ് അല്ലേ? 4 × 6 ആണ് 24. വീണ്ടും നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം, അല്ലേ? 6 വെച്ച് തന്നെ, 6നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ദെൻ 24നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, അല്ലേ? അപ്പോൾ നമുക്കിതിനെ x² / 4 എന്ന് കിട്ടും. 1 × x² / 4 പ്ലസ്, ഇനി ഇതും അങ്ങനെ ചെയ്യാമല്ലോ. നമുക്ക് 4നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1. 144നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? ഇവിടെ 3 വരും, ബാലൻസ് 2. ഓക്കെ, നമുക്ക് 4നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ദെൻ 144നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 × 3 ആണ് 12, അല്ലേ? അപ്പോൾ 4 × 3 12 വരും. പിന്നെ ബാലൻസ് എന്താണ്? ഇവിടെ 2 വരും, 24. അപ്പം നമുക്ക് 6 വരും. 6 × 4 ഓക്കെ 24 കിട്ടും. ഇപ്പം ഇവിടെ നമുക്ക് 144 ഡിവൈഡ് ബൈ 144 എന്ന് പറയുന്നത് 1. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് x² / 4 പ്ലസ് 1 × y² എന്ന് പറഞ്ഞാൽ y² വരെ കേട്ടോ. അപ്പോൾ ഞാൻ y² എന്ന് തന്നെ എഴുതണം. y² / 36 = 1 എന്ന് എഴുതി. ഇനി അപ്പോൾ നമുക്കിതിപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷനിലേക്ക് ആയില്ലേ? x² / a² + y² / b² = 1 എന്നുള്ള ഫോമിലായി. ഇനി നമ്മൾ ഇതിലേതാണ് a² b² എന്നുള്ളത് നമ്മൾ നോക്കണം. എ എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രേറ്റർ ദാൻ ബി ആണ്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ എപ്പോഴും ബിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് a² ഇങ്ങനെയായിരിക്കും, ഗ്രേറ്റർ ദാൻ b² ആയിരിക്കും.
അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 36 ആയിരിക്കില്ലേ? അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 36. ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു, എ എന്ന് പറയുന്നത് എത്ര വരും? എ സ്ക്വയർ 36 ആണെങ്കിൽ എ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? ബി സ്ക്വയർ ഈക്വൽ ടു എന്താ? ബി സ്ക്വയർ ചെറുതാണ്, എന്താ? 4. അപ്പോൾ ബി ഈക്വൽ ടു എന്താണ്? 2 ആണ് അല്ലേ? 2ൻ്റെ സ്ക്വയർ ആണ് 4 അല്ലേ? ഓക്കെ. അപ്പോൾ എ സ്ക്വയർ 36 ആണ്. അപ്പോൾ എ 6ഉം കിട്ടി, ബി സ്ക്വയർ 4 ആണ്, ബി 2ഉം കിട്ടി. ഓക്കെ. അപ്പോൾ ഇത് ഏത് ഇക്വേഷനാണ് വന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ ബൈ, ഇവിടെ ഏതാ? ബി അല്ലേ വന്നിരിക്കുന്നത്? ബി സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. രണ്ടാമത്തെ ഇക്വേഷനാണ് വന്നിരിക്കുന്നത് അല്ലേ? എലിപ്സിൻ്റെ ഇക്വേഷൻ. ഈ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫോക്കസിൻ്റെ, നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഫോക്കൈ കാണാനാണ്. ഈ എലിപ്സിൻ്റെ ഫോക്കൈ കാണാൻ, അത് കഴിഞ്ഞിട്ട് വേർട്ടിസസ് കാണാനാണ്. അപ്പോൾ ഫോക്കൈയുടെ ഇക്വേഷൻ, ഈ കേസിൽ ഫോക്കൈയുടെ ഇക്വേഷൻ എന്താ? ഫോക്കൈ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് സി അല്ലേ? ഫോക്കൈ എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് 0. ഫോക്കൈ നമുക്ക് എഴുതാം. ഫോക്കൈ ഈക്വൽ ടു, ഈ കേസിലാണ് ഞാൻ എഴുതുന്നത് 0 പ്ലസ് ഓർ മൈനസ് സി ആണെന്നറിയാം. ഓക്കെ. ഇനി അവർ ചോദിച്ചുള്ള വേർട്ടിസസ് ആണ്. വേർട്ടിസസ് എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് എ ആണ്. ഇതൊക്കെ സൈഡിൽ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. ഇനി എക്സിൻ്റെ സിറ്റി എന്ന് പറയുന്നത് സി ബൈ എ ആണ്. ദെൻ ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം അത് 2b സ്ക്വയർ ബൈ എ ആണ്. ദെൻ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ഞാൻ ഇതിനൊന്നും ഷോർട്ട് ഫോം ആയിട്ട് എഴുതണേ കേട്ടോ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പം നമുക്ക് നോക്കാം, ഓരോന്ന് കണ്ടുപിടിക്കാം. ഈ സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എങ്ങനെയായിരുന്നു? സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. റൂട്ട് 36 മൈനസ് ബി സ്ക്വയർ എത്രയാണ്? 4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 32. ഓക്കെ. അപ്പോൾ സി എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? റൂട്ട് 32 കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ഫോക്കൈ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്? ഫോക്കൈ എടുത്ത് എഴുതാം. ഫോക്കൈ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 32. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? വേർട്ടിസസ് അല്ലേ? വേർട്ടിസസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് എ. എ എന്താ ഇവിടെ? 6 ആണ് അല്ലേ? ഇനി അടുത്തത് എക്സിൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറയുന്നത് റൂട്ട് 32 ബൈ എ എന്താ? എ 6 ആണ്. ഓക്കെ. അപ്പം അതും ചെയ്തു. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈക്വൽ ടു 2a ആയിരുന്നു. അപ്പോൾ 2 ഇൻറ്റു എ എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b ആണ്. 2 ഇൻറ്റു ബി എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 2 4. അതും കിട്ടി. ഇനി ലാസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം വിച്ച് ഈസ് ഈക്വൽ ടു 2b സ്ക്വയർ ബൈ എ ആണ്. ഓക്കെ. ഞാനിവിടെ ഇക്വേഷൻ എഴുതിയതുകൊണ്ടാണ് ഇങ്ങോട്ട് എഴുതാത്തത്, അല്ലെങ്കിൽ എഴുതണേ. ഓക്കെ. 2b സ്ക്വയർ ബൈ എ. 2 ഇൻറ്റു ബി സ്ക്വയർ എത്രയാണ്? നോക്കി എഴുതണേ. 4 ആണ്. 2 ഇൻറ്റു 4 ബൈ എ എത്രയാണ്? 6 അല്ലേ? ഇവിടെ നിന്ന് ഞാൻ 2ഉം 6ഉം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടെ താഴെ എന്ത് വരും? 3 വരും അല്ലേ? 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 4/3. ഓക്കെ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എലിപ്സിൻ്റെ ഫോക്കയും ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം, അതുപോലെ തന്നെ മേജർ ആക്സിസും മൈനർ ആക്സിസും വേർട്ടിസസും എക്സെൻട്രിസിറ്റിയും കണ്ടുപിടിക്കാനാണ്. ആദ്യം ഞാൻ ഈ എലിപ്സിൻ്റെ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നു. എലിപ്സിന് നമ്മൾ പഠിച്ചിട്ടുള്ള 2 ഇക്വേഷനാണ്. ഈ 2 ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഈ 144, ഈ ക്വസ്റ്റ്യനിൽ റൈറ്റ് സൈഡിൽ 144 ആയിരുന്നു. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 144 ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിൽ 1 വരും. അതുപോലെ തന്നെ ഈ 144 വെച്ച് നമുക്ക് എവിടെ ഡിവൈഡ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലും ഡിവൈഡ് ചെയ്യണം അല്ലേ?
അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ കണ്ടുപിടിക്കണ പോലെ തന്നെ എ സ്ക്വയർ എടുത്ത് എഴുതുക, ബി സ്ക്വയർ എടുത്ത് എഴുതുക, സി കണ്ടുപിടിക്കുക, ദെൻ ഫോക്കൈ എഴുതുക, ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റവും എക്സിൻട്രിസിറ്റിയും കണ്ടുപിടിക്കുക. ഓക്കെ, ഇതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്, നമുക്ക് നോക്കാം. 16x² + y² = 16 തന്നിരിക്കുന്നത് എലിപ്സിൻ്റെ ഒരു ഇക്വേഷനാണ്. എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റണം. അപ്പം നമുക്ക് എന്നിട്ട് വേണം ഫോക്കൈയും അതുപോലെ തന്നെ വെർട്ടീസസും ലെങ്ത് ഓഫ് മേജർ ആക്സിസും മൈനർ ആക്സിസും ഒക്കെ കണ്ടുപിടിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പഠിച്ചിരിക്കുന്ന രണ്ട് ഇക്വേഷനാണ്. ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ x² / a² + y² / b² = 1. ഇത് ഹൊറിസോണ്ടൽ കേസിലും അടുത്തത് വെർട്ടിക്കലിൽ x² / b² + y² / a² = 1. ഇത് വെർട്ടിക്കൽ കേസിലും. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഇക്വേഷൻ ആണെന്ന് അറിയണം ആദ്യം. അപ്പോൾ നമ്മളിവിടെ രണ്ട് കേസിലും റൈറ്റ് സൈഡിൽ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലും റൈറ്റ് സൈഡിൽ 1 വരാൻ വേണ്ടി 16 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ 16x² / 16 എഴുതുവാണ്, പ്ലസ് y² / 16. 16 കൊണ്ട് ഓൾ ഡിവൈഡ് ചെയ്യണം, 16/16 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് 16/16 എന്ന് പറയുന്നത് എന്താണോ 1 വരും അല്ലേ. അപ്പോൾ x² പ്ലസ് ഇവിടെ എന്ത് വരും? y² / 16 അങ്ങനെ തന്നെ വരും അല്ലേ, = 1. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് എന്താണ്? x² ഒന്നുമില്ലെങ്കിൽ അവിടെ എന്താ 1 ആണ് അല്ലേ. 1² എന്ന് എഴുതാമല്ലോ, എനിക്ക് 1നെ 1² എന്ന് എഴുതാം. ഓക്കെ, 1² = 1 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇത് ഏത് ഇക്വേഷനാണ്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഏതാന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ a² > b² ആണ്. അപ്പോൾ a² എന്ന് പറയുന്നത് ഏതായിരിക്കും? a² എന്ന് പറയുന്നത് വലിയ നമ്പറാണ്, ഏതായിരിക്കും? 16 ആയിരിക്കും അല്ലേ. ദാറ്റ് ഇംപ്ലൈസ് a = 4 അല്ലേ. 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ 16 a² = 16 ആണെങ്കിൽ a = √16. അപ്പോൾ √16 എന്ന് പറഞ്ഞാൽ ±4 കിട്ടും. പക്ഷെ ഞാൻ +4 മാത്രമാണ് ഇവിടെ എടുക്കുന്നുള്ളൂ, കാരണം പറഞ്ഞായിരുന്നു ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി b² എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് b = എന്ത് തന്നെ? 1. b² 1 ആണെങ്കിൽ ബിയും എന്താ? √1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയും കിട്ടി. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് വന്നിരിക്കുന്നത്? x² / 1 എന്ന് പറയുന്നത് ഇവിടെ എന്താ? ബി ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. b² എന്ന് പറയുന്നത് അപ്പോൾ 1² 1. അപ്പോൾ x² / b² + y² / a² = 1. ഈ ഇക്വേഷനാണ്, അതായത് വെർട്ടിക്കൽ കേസാണ് നമ്മളിപ്പോൾ പറയുന്നത് അല്ലേ. വെർട്ടിക്കൽ കേസാണ് പറയുന്നത്. ഈ കേസിൽ നമ്മുടെ ഫോക്കയും അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റവും അതുപോലെ വെർട്ടീസസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നുകൂടി എഴുതുന്നില്ല, ജസ്റ്റ് അത് എടുത്തെഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് ഫോക്കൈ അല്ലേ. ഫോക്കൈ = എന്തായിരുന്നു ഈ കേസിൽ? 0 ± c അല്ലേ. അപ്പോൾ നമുക്ക് c കണ്ടുപിടിക്കണം. c = √a² - b², which is equal to √a² എത്രയാണ്? 16. 16 - b² എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 16 - 1 എന്ന് പറഞ്ഞാൽ 15, √15. അപ്പോൾ ഫോക്കൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഫോക്കൈ = 0 ± c എന്ന് പറയുന്നത് എന്താണ്? 15, √15. അത് കൊടുത്തു. ഇനി അടുത്തത് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വെർട്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ 0 ± ഈ എലിപ്സ് വെർട്ടിക്കൽ ആയതുകൊണ്ട് എപ്പോഴും ഏതാ? y ആക്സിസിലാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് 0, x ആക്സിസിൻ്റെ വാല്യൂ 0യും ദെൻ നമ്മൾ അടുത്തത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ± a which is equal to 0 ± a. എത്ര ഇവിടെ? 4 അല്ലേ, = 4. ഓക്കെ, ദെൻ അടുത്തത് എന്താ? വെർട്ടീസ് ഒഴിച്ചുണ്ട്. പിന്നെന്താ? ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. അപ്പം ഞാൻ മേജർ ആക്സിസിന് എഴുതുവാണേ, നമ്മൾ എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതണം. മേജർ ആക്സിസ് = 2a.
ദാറ്റ് ഇംപ്ലൈസ് എന്ത് കിട്ടും? 2 ഇൻറ്റു എ എത്രയാണ്? 4 ആണ്. അപ്പോൾ 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8. ഓക്കെ. ഇനി മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. 2b ഈക്വൽ ടു 2 ഇൻറ്റു ബി എത്രയാണ്? 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 തന്നെ. ഓക്കെ. അപ്പോൾ അതും കിട്ടി. ഇനി ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം എന്തായിരുന്നു? 2b² ബൈ എ അല്ലേ? 2b² a. അപ്പോൾ 2 ഇൻറ്റു b² എന്ന് പറയുന്നത് 1 ആണ്. എ എന്ന് പറയുന്നത് 4. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 1/2 എന്ന് എഴുതാം. ഇനി എക്സിൻട്രിസിറ്റിയും കൂടി കാണാനുണ്ട്. എക്സിൻട്രിസിറ്റി ഈക്വൽ ടു എന്തായിരുന്നു? സി ബൈ എ. സി എന്ന് പറയുന്നത് √15 ബൈ എ എത്രയായിരുന്നു? 4. ഓക്കെ. അപ്പോൾ നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വിട്ട് കളയരുത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എലിപ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻ. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വേർട്ടിസസ് ±50യും ഫോക്കൈ ±40യും ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എലിപ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് ഈ വേർട്ടിസസ് ഞാൻ ഒന്നുകൂടി എടുത്തെഴുതുവാണ്. വേർട്ടിസസ് ഈക്വൽ ടു എന്താണ്? ±50. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇവിടെ എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ എക്സിന് മൊത്തം വൈയുടെ വാല്യൂ 0 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ആക്സിസ് ഈ എലിപ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. വെർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത്. അതായത് ഫോക്കൈ ഒക്കെ നമുക്ക് വന്നിരിക്കുന്നത് എക്സ് ആക്സിസിലാണ്. ഫോക്കൈ നോക്കിക്കേ ±40. അതായത് എക്സ് ആക്സിസിലാണ് ഫോക്കൈ വന്നിരിക്കുന്നത്, വൈ ആക്സിസിലല്ല. വൈ ആക്സിസിൻ്റെ വാല്യൂ ഇവിടെ 0 ആയിട്ടാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഹൊറിസോണ്ടൽ എലിപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാ? x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് ആയിട്ട് വന്നത്. ഏത് കേസിൽ? ഹൊറിസോണ്ടൽ കേസിൽ വന്നത്. ഹൊറിസോണ്ടൽ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കിയാൽ മതി. ഇവിടെ ഫോക്കൈ എന്ന് പറയുന്നത് ±40 ആണ് തന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഫോക്കൈ ഞാൻ എടുത്ത് എഴുതുമ്പോൾ ഫോക്കൈ ±40. അതായത് ഇതിനെ ആൽഫബറ്റ് ലെറ്റർ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? ±C0 അല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് എക്സ് ആക്സിസിലാണ് വന്നിരിക്കുന്നത്. എക്സ് ആക്സിസിലാണ് ഫോക്കയുടെ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ എങ്ങനെ വരും? എലിപ്സിൻ്റെ പിക്ചർ എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആയിട്ടാണ് വന്നത്. ഹൊറിസോണ്ടലിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ. ഇപ്പോൾ വേർട്ടിസസും നമ്മൾക്ക് തന്നിട്ടുണ്ട് ±50. അതായത് എങ്ങനെയാണ്? ± വേർട്ടിസസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എ ആണ്, A0 അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി എന്ത് കണ്ടുപിടിക്കാനുള്ളൂ? ബി കണ്ടുപിടിക്കാനുള്ളൂ. എ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് a² കണ്ടുപിടിക്കാം. ഇനി b² കണ്ടുപിടിക്കണം അല്ലേ? ബി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഫോക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? സി ഈക്വൽ ടു സിയും എയും ബിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. സി ഈക്വൽ ടു √(a² മൈനസ് b²) അല്ലേ? അപ്പോൾ c² എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ റൂട്ട് കളയാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇവിടെയും സ്ക്വയർ എടുക്കുവാണേ. അപ്പോൾ c² ഈക്വൽ ടു എനിക്ക് a² മൈനസ് b² എന്ന് കൊടുക്കാം അല്ലേ? ഇതായിരിക്കും എളുപ്പം. അപ്പം നമുക്കിവിടെ c² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4² ഈക്വൽ ടു a² എത്രയാ? a² എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ, 5² മൈനസ് b² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതങ്ങനെ തന്നെ ഞാൻ കൊടുക്കുവാണ്. ദാറ്റ് ഇംപ്ലൈസ് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ b² പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ അതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ b² ഈക്വൽ ടു ഇവിടെ റൈറ്റ് സൈഡിൽ 5² ഉണ്ട്, ഇവിടെ 4² ലെഫ്റ്റിലായിരുന്നു. ഇതിനെ ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമുക്ക് അപ്പോൾ b² ഈക്വൽ ടു 5² മൈനസ് 4² എന്ന് കിട്ടി.
5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 മൈനസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആണ് അല്ലേ. അപ്പോൾ 25 മൈനസ് 16 എന്ന് പറയുമ്പോൾ 9 കിട്ടും. അപ്പോൾ നമുക്ക് ബി സ്ക്വയർ എന്തെന്ന് കിട്ടി? 9 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ആണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്താ? 9 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. ജസ്റ്റ് നമ്മൾ ഏത് ആക്സിസിലാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ വേർട്ടിസസ് തന്നിട്ടുണ്ട്. വേർട്ടിസസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ±A0. അതുപോലെ തന്നെ ഫോക്കൈക്ക് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ എന്താ? സി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ±C0 ആ കണ്ടീഷനിലാണ്. അപ്പോൾ ഇത് രണ്ടും വരുന്ന കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് അല്ലേ. എക്സ് ആക്സിസിൻ്റെ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൊറിസോണ്ടലിൻ്റെ കേസിൽ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ നമുക്ക് എ സ്ക്വയറും ബി സ്ക്വയറും കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. 11th വൺ. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. വേർട്ടിസസ് തന്നിട്ടുണ്ട്, ഫോക്കൈ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് വേർട്ടിസസ് ഞാൻ ഒന്നും കൂടി എടുത്തെഴുതുവാണ്. വേർട്ടിസസ് ഈക്വൽ ടു 0 ± 13. അതിനെ ഒരു ആൽഫബറ്റ് ലെറ്ററായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? 0 ± വേർട്ടിസസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണ എന്തുകൊണ്ടാണ്? എ കൊണ്ടല്ലേ, ±A അല്ലേ. ഇനി അടുത്തത് ഫോക്കൈ. ഫോക്കൈ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് 0 ± 5 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 0 ± ഫോക്കൈനെ ഡിനോട്ട് ചെയ്യുന്നത് സി എന്ന ലെറ്റർ കൊണ്ടാണ്, സി. അപ്പോൾ ഇവിടെ മനസ്സിലാവും ഇവിടെ വൈ ആക്സിസിൻ്റെ വാല്യൂ ആണ് അല്ലേ. എക്സിന് 0യും വൈയുടെ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അതായത് ആ എലിപ്സ് എങ്ങനെ വരും? വെർട്ടിക്കലായിട്ടാണ് വരുന്നത്. ഓക്കെ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കലായിട്ട് വരും അല്ലേ. ഇങ്ങനെ കേസിൽ കുറച്ചും കൂടി ചെറുതായിരിക്കും. വൈ ആക്സിസിൻ്റെ കേസിലാണ് വന്നത്. അപ്പോൾ വെർട്ടിക്കലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കലിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പം നമുക്ക് എ ഉണ്ട് അല്ലേ. അപ്പോൾ എ സ്ക്വയർ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ബി സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ബി വേണം. അപ്പോൾ ബി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ബിയും എയും സിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. സി ഈക്വൽ ടു √A² - B². അങ്ങനെയാണെങ്കിൽ സി സ്ക്വയർ ഈക്വൽ ടു ഈ റൂട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ സ്ക്വയർ ചെയ്യുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സ്ക്വയർ ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ സി സ്ക്വയർ കിട്ടും. ഇത് റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് കളയും. ഓക്കെ, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതേ ഫോർ എക്സാമ്പിൾ സി ഈക്വൽ ടു √A² എന്ന് പറയുന്നത് എ ഇവിടെ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 13 ആണ് അല്ലേ. ഹിയർ എ ഈക്വൽ ടു 13, പിന്നെ സി ഈക്വൽ ടു 5 അല്ലേ. ഓക്കെ, അപ്പം നമുക്കിതിനെ എ എന്ന് പറയുന്നത് 13 ആകുമ്പോൾ A², 13² മൈനസ് ഇനി ബി സ്ക്വയർ ആണ് കണ്ടുപിടിക്കുക. ഇത് അങ്ങനെയാണ് വെച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ സി ആണ്. സി എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം, ഫോക്കയുടെ, അതായത് 5, വിച്ച് ഈസ് ഈക്വൽ ടു √13² 169 ആണ് മൈനസ് B². കണ്ടോ? ഇപ്പം നമുക്ക് ഈ കേസിൽ ഇതിൻ്റെ റൂട്ട് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്ക്വയർ റൂട്ട് ലാസ്റ്റ് നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്തത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 25, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോകും. 169 മൈനസ് B² എന്ന് മാത്രമാവും. നമുക്ക് B² വാല്യൂ മാത്രം മതി. ഇത് നെഗറ്റീവാണ്. ഈ B² ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ആവും. B² ഈക്വൽ ടു 169. അങ്ങനെ തന്നെ റൈറ്റ് സൈഡിൽ കിടക്കുകയാണ്. ഇവിടെ 25 ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 25 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -25 ആവും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 144. ഓക്കെ, അപ്പോൾ B² കിട്ടി. അപ്പോൾ നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് പറഞ്ഞത്? x² ബൈ A². A² എത്രയാണ്?
എ എഴുതി വെക്കരുത്. എ എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ എ സ്ക്വയർ ആണ് നമുക്ക് എഴുതേണ്ടത്. എക്സ് സ്ക്വയർ ബൈ, ഓക്കെ, ഈ കേസിൽ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ 144 പ്ലസ് ബൈ സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ 13 എ മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്, 13 അത് എടുത്ത് എഴുതരുത്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെയാണ് 12th ക്വസ്റ്റ്യൻ വരുന്നത്.